ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ഉൾക്കടലിൽ തിരക്കാനല്ല, ഞങ്ങൾക്ക് കല്ലിൻ്റെ ഇടയിൽ തിരക്കാനാണ് ഞങ്ങൾ ഇതുവരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുതലപ്പുഴയിൽ കാണാതായി ഷിജിനായുള്ള തിരച്ചിലിൽ ഇന്നും അലംഭാവം. ഷിജിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും ആരംഭിച്ചില്ല. സ്കൂബ ടീം എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. തിരച്ചിലിനായി പുലർച്ചെ മത്സ്യത്തൊഴിലാളികൾ എത്തിയിട്ടും ഉദ്യോഗസ്ഥർ എത്തിയത് 9 മണിക്ക് ശേഷമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസയ്ക്കെതിരെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തി. ഇപ്പോൾ കുറേ നേരം കൊണ്ട് പറഞ്ഞു ഇപ്പോൾ തുടങ്ങും, പിന്നെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ഉൾക്കടലിൽ തിരക്കാനല്ല, ഞങ്ങൾക്ക് കല്ലിൻ്റെ ഇടയിൽ തിരക്കാനാണ് ഞങ്ങൾ ഇതുവരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിട്ടിട്ടുണ്ട്, ഉൾക്കടലിൽ തിരയാൻ വേണ്ടി ഞങ്ങളുടെ വള്ളങ്ങളെ തന്നെ വിട്ടിട്ടുണ്ട്. എന്നാലും അവിടെ തിരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആളിവിടെ കിടക്കുന്ന ഇടത്തിലേ നമുക്ക് തിരയേണ്ടത്. കല്ലിലെ വലയിൽ എന്തോരോ കുടുങ്ങി കിടപ്പുണ്ട് ആള്. ഓൾറെഡി അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്കൂബ ഡൈവേഴ്സ് ടീമിനെയും മറ്റും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സമയമുണ്ട്, ഈ സമയത്ത് കടൽ കയറ്റവും ഇറക്കവുമുണ്ട്. ഞങ്ങൾക്ക് സുലഭമായിട്ട് കാണാൻ പറ്റുന്നൊരു സമയമാണ്. ഈ സമയത്തല്ലേ ഉണരേണ്ടത്. രാവിലെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെല്ലാം കാത്തു നിൽക്കുന്നു. ഒരു വളരെ ദുഃഖമായിട്ട് പറയട്ടെ, ആൾ പോയി കൊടുക്കവർക്ക് അങ്ങനെയെങ്കിലും. ഞങ്ങളുടെ ആൾക്കാർക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണ്ടേ. അവർ ചൂടാകുന്നു, പ്രതികരിക്കുന്നുമില്ല. അവർക്ക് മനുഷ്യരല്ലേ, അവർക്ക് കൊന്നത് പോട്ടെ, അവർക്ക് കിട്ടിയാൽ മതി. അവർ കരയുകയാണ്. അവർ അസ്ഥിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളവരാണ്. മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ നമ്മൾ ഈ കല്ലിൻ്റെ അവിടെ ഇന്നലെ മൊത്തം മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തപ്പോഴും എല്ലാം കുറേ കാലം കൊണ്ട് അന്ന് മുതലേ ഞങ്ങൾ പറയുന്ന ഒരു വിഷയമാണിത്. ഈ കല്ലിൻ്റെ അവിടെ നിന്ന് ഒന്ന് സെർച്ച് ചെയ്യാനാണ്, ഈ കല്ലിൻ്റെ ഇടയിലോ മറ്റോ ഒന്ന് സെർച്ച് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അന്ന് മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മന്ത്രിയുടെ ഉറപ്പെന്ന് പറയുന്നത് 5:45 5:45 ഇറങ്ങും. 5:45 ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് ഉടനെ ഇറങ്ങും എന്നാണ് മന്ത്രിയുടെ ഉറപ്പായിരുന്നത്. സ്ഥലത്ത് നിന്ന് ഷിജിന്റെ ബന്ധുക്കളുടെ പ്രതികരണം വരികയാണ്, അതിലേക്ക് കൂടി. പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂബ ടീമിനെ ഇറക്കി സംസാരിക്കാമെന്ന് പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ തിരയാന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ സേഫ്റ്റി നോക്കി കൂടെ കിടക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സേഫ്റ്റിക്കുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ സ്കൂബ ടീം വന്നിട്ടില്ല. അവരെ ഇറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. നൃപൻ ചക്രവർത്തി കൂടി നമ്മളോടൊപ്പം അവിടെ നിന്ന് ചേരുകയാണ്. നൃപൻ, 9 ദിവസമായിരിക്കുകയാണ് ഷിജിനെ കാണാതായിട്ട്. നമ്മുടെ സംവിധാനങ്ങളുടെ വലിയ പരാജയമാണ് അവിടെ കാണാനായി സാധിക്കുന്നത്. ഈ സ്കൂബ ടീം ഇപ്പോഴും എത്തിയിട്ടുമില്ല, തിരച്ചിൽ ഈ 10 മണിയായിട്ടും ആരംഭിച്ചിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഷിജിൻ്റെ സഹോദരിയാണ് അല്പം മുമ്പ് നേരിട്ട് തന്നെ അവർ പ്രതികരിച്ചത്. അവർ രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ കുടുംബം ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം മന്ത്രി CP ജോണുമായി നടത്തിയ ചർച്ചയിലെ മുഖ്യ ആവശ്യമെന്ന് പറയുന്നത് വിദഗ്ധരായിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഈ തിരച്ചിലിന് കൂട്ടി രാവിലെ തന്നെ സർവ്വസജ്ജമായി തിരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു. അത് പ്രതീക്ഷിച്ച് കുടുംബം, സഹോദരി അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇവിടെ വന്ന് മുതലപ്പുഴയിൽ കാത്തിരുന്നു. ഹാർബറിൽ കാത്തിരുന്നിട്ടും ഉദ്യോഗസ്ഥർ എത്തിയില്ല. 9 മണിക്ക് ശേഷമാണ് ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു AE ഇവിടേക്ക് എത്തിച്ചേർന്നത്. പിന്നെ ഈ കോസ്റ്റൽ പോലീസ് ഇവിടെ എത്തിച്ചേർന്നു. അവർ ഇപ്പോഴും ഇവരോട് പറയുന്നത് സ്കൂബ ടീം അംഗങ്ങൾ വരുന്നില്ല, അതുകൊണ്ട് തന്നെ തിരച്ചിൽ ആരംഭിക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ കുടുംബം നേരിട്ട് അവർ തിരച്ചിൽ നടത്തുന്നുണ്ട്. അവർ നേരത്തെ തന്നെ പുറംകടലിലും ഈ പുഴയുടെ ഭാഗത്തുമൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും അവരുടെ തിരച്ചിൽ ഇപ്പോൾ രണ്ടാമത് ഒരു വള്ളം കൂടി ഈ കുടുംബത്തിൻ്റെ ഈ പറഞ്ഞ ഏറ്റവും അടുത്ത ഷിജിൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ വീണ്ടും തിരച്ചിലിന് വേണ്ടി അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ തിരച്ചിൽ ആരംഭിക്കാൻ കഴിയുന്നില്ല എന്ന ദയനീയമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്പം മുമ്പ് ഷിജിൻ്റെ സഹോദരി പറഞ്ഞത് വളരെ ദയനീയമായ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ കാത്തിരുന്ന് 5:45 തിരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു. 5:45 തിരച്ചിൽ ആരംഭിക്കുമെന്ന് കരുതി മത്സ്യത്തൊഴിലാളികളുമായി സഹപ്രവർത്തകരുമായി അവർ ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ എത്തിച്ചേർന്നിട്ടും തിരച്ചിൽ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന ദയനീയമായ കാഴ്ചയാണ്. വളരെ ദയനീയമായി തന്നെ അവർ പറയുന്നു. ഇത്ര ദിവസമായി, 9 ദിവസമായി, ജൂലൈ 31-നാണ് ഇങ്ങനൊരു അപകടം നടന്നത്. ഒഴുക്കിൽപ്പെട്ട് ആകെയുള്ള 5 മത്സ്യത്തൊഴിലാളികളുമായി വന്ന ബോട്ടാണ് മറിയുന്നത്. അതിൽ 3 പേർ നീന്തി കരയിലേക്ക് വന്നു, 2 പേർ കാണാതായി. അതിൽ ഒരു മത്സ്യത്തൊഴിലാളിയാണ് പിറ്റേ ദിവസം കിട്ടിയത്. പക്ഷേ ഇപ്പോഴും തിരച്ചിൽ ആരംഭിക്കാൻ കഴിയുന്നില്ല എന്ന സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. ഇത് മറ്റാരെയും അവർ പഴിചാരുന്നില്ല. പ്രശ്നമെന്ന് പറയുന്നത് ഈ കാര്യത്തിൽ തങ്ങൾക്ക് നീതി കിട്ടണം എന്ന ആവശ്യം മാത്രമാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ ഉറപ്പനുസരിച്ച് തിരച്ചിൽ നടത്തി വിദഗ്ധരായിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി ആ തിരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് അവർ നേരത്തെ പറഞ്ഞത്. അവസാനം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, അവസാന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് പോയത് എന്താണ്?
അവരെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്, അവർ വരുന്നുണ്ട്. വന്നിട്ട് ഇന്ന് തെരച്ചിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ അവരെവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെയും തെരച്ചിൽ നടത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കടൽ ശാന്തമായിട്ട് കിടക്കുമായിരുന്നു. ആ സമയത്ത് തെരച്ചിൽ നടത്താനാണ് 5:30 നമ്മൾ തെരച്ചിൽ തുടങ്ങുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തായിരുന്നാലും കടലടിക്കാൻ തുടങ്ങുന്ന സമയമായി. ഇപ്പോൾ ഇന്ന് പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം വീണ്ടും കടൽ ശാന്തമാവുന്ന ഒരു ടൈമുണ്ട്, അപ്പോഴും തെരച്ചിൽ നടത്താം. അതും പറ്റിയില്ലെങ്കിൽ ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെയും അവരെ കൊണ്ട് തിരയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂബ ടീം അംഗങ്ങൾ ഇന്നുകൂടി ഇവിടെ തുടരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കൂടി തുടരാനാണ്. ഇന്ന് വന്നിട്ടില്ല. ഇവർ വരുവാണെങ്കിൽ ഇവിടെ അവരെ സ്റ്റേ ചെയ്യിപ്പിക്കുക, അവർക്കുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞത് സ്കൂബ ടീം അംഗങ്ങളൊപ്പം തന്നെ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി രാവിലെ തന്നെ 5:45 തിരച്ചിൽ ആരംഭിക്കാമെന്ന്. അങ്ങനെയാണ് രാവിലെ തന്നെ പുലർച്ചെ നിങ്ങളിവിടെ എത്തുന്നത്. പക്ഷേ അത് തുടങ്ങാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദയനീയമായ അവസ്ഥ, അല്ലേ? അതെ, ഇപ്പം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റിയ സർക്കാരിൻ്റെ കീഴിൽ സ്കൂബ ടീം ഇല്ലെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഞങ്ങൾക്കറിയില്ല, ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ പ്രൈവറ്റായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഓരോരുത്തരെയും. അപ്പോൾ അവർക്ക് ഈ മുതലപ്പുഴയിൽ നിന്ന് കേൾക്കുമ്പോഴേ ചെറിയൊരു ഭയമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നവും ഉണ്ട് ഇവിടെ. അവർ മുതലപ്പുഴയിൽ നിന്ന് കേൾക്കുമ്പോഴേ അവരുടെ ഉള്ളിൽ ചെറിയൊരു ഭയം ജനിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം സജ്ജീകരിച്ച് തരണമെന്ന് ഞങ്ങൾ പറയുന്നു. അനുകൂലമായ സാഹചര്യം കാലാവസ്ഥ ഇന്ന് രാവിലെ 5:30 ഉണ്ട്. രാവിലെ 5:30 മുതലേ ഉണ്ടായിരുന്നു. 10 മണി വരെ ഇതുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ട് കടലടി തുടങ്ങും എന്നും പറയുന്നു. അതിനുശേഷം വൈകുന്നേരം വീണ്ടും ശാന്തമായ കാലാവസ്ഥ വരും. അപ്പോൾ വീണ്ടും അവരെ ഇറക്കാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കാത്തിരിക്കുന്നു. ഈ കാത്തിരിപ്പ് തന്നെയാണ് 9 ദിവസവും. പിന്നെ ഇന്നലെ മന്ത്രി വന്ന് പറഞ്ഞതിൻ്റെ ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ ഇരിക്കുവാണ്. ആ സമയം നമുക്ക് ഈ സമയത്ത് ഓരോന്നും നടക്കണം. സമയം നമുക്ക് വിനിയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കടലാണ്, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അടുത്ത ജീവനും കൂടെ ഉത്തരം നൽകേണ്ടത് നമ്മളാണ്. ഇന്നലെ ചർച്ചയിലെ ഈ സ്കൂബ ടീം അംഗങ്ങൾ രാവിലെ തന്നെ വരും, അപ്പം നമ്മൾ എത്തുക എന്നുള്ളതായിരുന്നല്ലോ പറഞ്ഞത്. മാറ്റം വന്നത് ഇന്നലെ തന്നെ മുന്നൊരുക്കം അവർ നടത്തേണ്ടതല്ലേ? അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. അതിലെന്ത് മാറ്റം വന്നെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിവിടെ പറഞ്ഞത് ഇവരെല്ലാവരും സജ്ജീകരിച്ചിരിപ്പുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. നമുക്ക് വീണ്ടും അവരോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയിപ്പിക്കുന്നതിൽ വിഷമമുണ്ട്, സങ്കടകരമാണ്. കാരണം നമ്മൾ പലതവണ അവരോട് ചോദിച്ചതാണ്. രാവിലെ നമ്മളിവിടെ ലൈവ് ചെയ്യുന്നതിന് വേണ്ടി, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയപ്പോൾ തന്നെ ഇവരുടെ ഉണ്ടായിരുന്നു. അവർ രാവിലെ കുടുംബാംഗങ്ങളെത്തി. കാരണം ഇന്നലത്തെ ചർച്ചയിൽ അവർ വിശ്വസിച്ചു. കാരണം ചർച്ചയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ സ്കൂബ ടീം അംഗങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന പുലിമുട്ടിൻ്റെ ഭാഗത്തായിരിക്കും സ്വാഭാവികമായും ഇത് സംഭവിക്കാൻ അപകട സാധ്യതയുള്ള പ്രദേശം. അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സൂക്ഷ്മമായ പരിശോധന നടത്തണം. ആ പരിശോധന നടത്തുന്നതിന് വേണ്ടി പരിചയസമ്പന്നരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ കൂടി ഉൾപ്പെടുത്തി 10 പേരെ സെലക്ട് ചെയ്ത് അവർക്കൊപ്പം തന്നെ ടീമുമായി നിന്ന് ചേർന്ന് സംയുക്തമായിട്ടുള്ളൊരു തെരച്ചിലേക്ക് പോകാമെന്നൊരു നിർദ്ദേശമാണ് മന്ത്രിക്ക് മുന്നിൽ ഇവർ അങ്ങോട്ട് വെച്ചത്. അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഇവരെല്ലാം സംഘമായി ഇവിടെ എത്തുന്നതും കാത്തു നിൽക്കുകയും ചെയ്തത്. പക്ഷേ 9 മണി കഴിഞ്ഞ ശേഷമാണ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. അപ്പോഴേക്കും അവർ പറയുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് സ്കൂബ ടീം അംഗങ്ങൾ വരണം, അവർക്കൊപ്പം മാത്രമേ മത്സ്യത്തൊഴിലാളികളെ ഇറക്കാൻ കഴിയുകയുള്ളൂ എന്ന തരത്തിലുള്ള സാങ്കേതിക കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്കയെന്ന് പറഞ്ഞാൽ 9 ദിവസമായി, ജൂലൈ 31-നാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. അവർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങൾ രാവും പകലും കാത്തിരിക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പരിഹാരമാകുന്നില്ല എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ ഭാഗമായി അവർ മുന്നോട്ട് വെച്ച ഏക കാര്യമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ 5:45 തിരച്ചിൽ ആരംഭിക്കാൻ കഴിയണം. ആ തിരച്ചിൽ കൊണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ നടത്തിയാൽ മാത്രമേ ഇത് ഫലപ്രദമാകുകയുള്ളൂ എന്ന തരത്തിലുള്ള നിലപാടാണ്. പക്ഷേ 10 മണിയോടുകൂടി തന്നെ വീണ്ടും തിരമാല ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കാലാവസ്ഥ അനുകൂലമല്ല, ഇനി വൈകിട്ടോടുകൂടിയാണ് വീണ്ടും തിരച്ചിൽ നടത്താൻ കഴിയുള്ളൂ എന്ന തരത്തിലുള്ള ആശങ്കയും കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശ അടിസ്ഥാനത്തിൽ ഈ ടീം അംഗങ്ങൾ എത്തുകയാണ് എങ്കിൽ തിരച്ചിൽ ആരംഭിക്കാമെന്നുള്ള പ്രതീക്ഷ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം തന്നെ തിരച്ചിൽ ആരംഭിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അതിനെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, രാവിലെ തുടങ്ങുമെന്ന് പറഞ്ഞ തിരച്ചിൽ ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 10:15 കഴിഞ്ഞിട്ടും തിരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വളരെ ഗൗരവതരവും സങ്കടകരമായ കാഴ്ചയാണ്. ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളികളും ഇവിടെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട എങ്ങനെ തുടങ്ങാൻ കഴിയും എന്ന തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത്. അക്ഷയ്.